എല്ലാവർക്കും ഡേ 10 മോർണിംഗ് ഈവനിങ് വാരാഹി പ്രേയറിലേക്ക് സ്വാഗതം. എനിക്കറിയാം ഒരുപാട് പേര് ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. അപ്പോൾ എല്ലാവർക്കും മിക്കവരും എന്താ പറയുക വ്രതമൊക്കെ ആണെന്നറിയാം. അപ്പോൾ വാരാഹി അമ്മയുടെ ഈ ഒരു പ്രെയർ ആയതുകൊണ്ട് ഇത് നമ്മൾ മുടക്കാനും പാടില്ല. എല്ലാവരും അമ്പലത്തിലൊക്കെ നാളെ പറ്റുന്നവരൊക്കെ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക. വ്രതം എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതങ്ങനെ ചെയ്യുക. ഒരുപാട് ഗുണങ്ങൾ വന്നു ചേരും. ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യേക ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണുക. കുറച്ച് മുന്നേ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രത്യേക ദിവസം, അതായത് നമ്മൾ ഡേ 10 വാരാഹി പ്രെയറാണ്. അപ്പോൾ നമ്മൾ ഡേ 11 വരെയുള്ള പ്രെയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വരെയുള്ള വീഡിയോസിൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇപ്രാവശ്യവും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങളുടെ പേരും ആവശ്യവും അടങ്ങുന്ന നാളും അടങ്ങുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വാരാഹി അമ്മ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ദേവിയാണ്. ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും ആ ഒരു മന്ത്രത്തിന് പോലും ഒത്തിരി ശക്തിയുണ്ട്. നമ്മളത് ഉരുവിടുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഉണ്ടാവുന്നത്. ഞാൻ അത് പറയാൻ കാര്യം, എൻ്റെ പല കാര്യങ്ങളും എന്നെ ഇതുവരെ എത്തിച്ച എൻ്റെ ദേവിക്ക് കോടാനുകോടി പുണ്യം കിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവും, ലൈക്ക് എനിക്ക് മതി വരില്ല. അത്രയും എന്താ പറയുക, നന്ദി എനിക്ക് ദേവിയോട് പറയേണ്ടി വരും. കാര്യം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്നെ സേഫാക്കി അതായത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു ആളാണ് ഞാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ദൈവത്തിനറിയാം എന്നെക്കാളും കൂടുതൽ. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്ക് ഉയർച്ച തരിക. സങ്കടങ്ങളുണ്ട്, സങ്കടങ്ങളില്ലാതൊന്നുമില്ല, സങ്കടങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ നമുക്ക് ചെറുത്ത് നിൽക്കാനും അല്ലെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ശക്തിയും എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട് ദേവി. അതുകൊണ്ട് ഇപ്പോഴും അതെ, ദേവിയുടെ ആ ഒരു ശക്തി കൊണ്ടാണ് ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. അപ്പോൾ അതിൽ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ദേവിയുടെ മന്ത്രം ജപിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും വളരെ കറക്റ്റായിരിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ 21, 108 ഇങ്ങനെ തവണകളായിട്ടാണ് ജപിക്കേണ്ടത്. ഒന്നുകിൽ 21 അല്ലെങ്കിൽ നിങ്ങൾക്ക് 108, അത് നിങ്ങൾക്ക് എങ്ങനെയാണോ അതനുസരിച്ച് ജപിക്കാവുന്നതാണ്. അതുകൂടാതെ കുട്ടികളെ കൊണ്ടും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ അവർക്ക് അറിയുന്ന അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള മന്ത്രങ്ങൾ ഒരുപാട് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് എന്താ പറയുക, അത് പറഞ്ഞു കൊടുത്ത് പറയിക്കാൻ നോക്കുക, നല്ലതാണ്. കുട്ടികൾ ചൊല്ലുന്നത്, മന്ത്രം ജപിക്കുന്നത് സാധാരണ പുതുതായ കാര്യങ്ങളല്ല. സന്ധ്യാനാമം ജപിക്കുന്ന കുട്ടികളുണ്ട്, അത് ശീലിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ശീലിപ്പിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 21, 108 ആ ഒരു ഇതാണ് വരുന്നത് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന മന്ത്രം വളരെ പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഉയർച്ചയ്ക്ക്, സാമ്പത്തിക ശേഷി വർദ്ധിക്കാൻ, ദാരിദ്ര്യ ശമനം, അതുപോലെ തന്നെ രോഗശമനം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഉഗ്രമന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് 21 തവണയാണ്. അപ്പോൾ ഏതാണ് ആ മന്ത്രം എന്ന് പറയാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാരാഹി ദേവി എന്ന് പറയുന്നത് മൃഗരൂപം പൂണ്ട ദേവിയാണ്. ദേവിയുടെ മൃഗരൂപം പൂണ്ടതായതുകൊണ്ട് തന്നെ നല്ല പവർഫുള്ളാണ്. അപ്പോൾ ഏതാ മന്ത്രം എന്നൊന്ന് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഓം മഹാഘോരായ നമഃ. ഓം മഹാമായേ നമഃ. 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 ഓം മഹാഘോരായ നമഃ. ഓം മഹാമായേ നമഃ.
ॐ महाघोराय नमः ॐ महामाये नमः 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 ॐ महाघोराय नमः ॐ महामाये नमः